എന്താണ് ഫെമിനിസം എന്ന് രാഹുലിന് അറിയുമോ? But you are here. Female You have mother and daughter and wife. You have father and brother. Yeah, I am a feminist. Are you a fraud? വീഡിയോ കാരണം ഈ കാരണമൊക്കെ മരിച്ചു. എത്ര അനുശോചനം കണ്ടു. ആരാണ് പേര് പറയൂ. ഒരുപാട് പേര്. ഒരുപാട് പേര്. പേരൊന്നുമില്ല, ഒരുപാട് പേര്. ഡൗറി ആ പെൺകുട്ടി മലയല്ലടാ കുന്ന് കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന് കണ്ടെത്താൻ വേണ്ടിയല്ലേ വേശ്യാലയത്തിന് വേണ്ടി വാദിക്കുന്നത്. നീക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. ആ സ്ക്രീൻഷോട്ടിൽ ഒരു സ്ക്രീൻഷോട്ടിൽ മാത്രം ഡേറ്റ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഫെനി കൃത്യമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമ്മീഷനും പറഞ്ഞു വരട്ടെ, ഒന്നും മിണ്ടാതിരിക്കുക. ഈ പുരുഷ കമ്മീഷനും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സായി വരുന്നത്. അതുകൊണ്ട് ഇത് നാളെ ഒരാൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ചെക്സ് ആൻഡ് ബാലൻസും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നടക്കാൻ പോകുന്നത് മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. വേശ്യാലയങ്ങൾ ഇവിടെ വന്നു. എന്നാൽ രാഹുൽ ഈശ്വരൻ തൊട്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല. വേശ്യാലയങ്ങൾ എന്തിനാ വന്നേ? സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ വന്നേ. കാരണം പുരുഷന്റെ രതിസുഖം എക്സ്ട്രാ കണ്ടെത്താൻ വേണ്ടിയല്ലേ വേശ്യാലയം. മറ്റേ വർത്താനം പറഞ്ഞത് പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത് എന്നൊക്കെ ചോദിച്ചാ ഒരു ബന്ധമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. മാഡം പറയുന്ന പല വിഷയങ്ങളും ഇതുമായിട്ട് അതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണ്ടതാണോ? വേശ്യാലയത്തിന് വേണ്ടി വാദിക്കില്ല. അതൊരു മാതിരി തൈര് വർത്താനല്ലേ. രാഹുലും മറ്റുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഏറെ സ്നേഹമുണ്ടായിരുന്ന മരണപ്പെട്ട ദീപകിന്റെ വീട്ടിൽ പോയി സഹായധനം കൈമാറി. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? രാജ്യസഭയിൽ ബില്ല് വന്നു, ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസില? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. ഇപ്പൊ നാളെ പുരുഷ കമ്മീഷൻ വന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഇല്ല എന്ന് പറയും. ബില്ല് അവതരിപ്പിച്ചതാണ്. നിയമസഭ ബില്ല് അവതരിപ്പിച്ചു, രാജ്യസഭ ബില്ല് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി പറയാൻ താങ്കൾ അഡ്വക്കേറ്റ് തന്നെയാണോ? എന്നെ തേച്ചതാണല്ലേ. വനിതാ കമ്മീഷൻ പല്ല് പോയ പോലെ ആയിരിക്കില്ല പുരുഷ കമ്മീഷൻ വരുമ്പോ. പല്ലുള്ള പുരുഷ കമ്മീഷൻ തന്നെയാ വരിക. ഇവര് പറഞ്ഞു ഒന്നും നടക്കില്ല, പല്ല് പോയതാ. ഇന്നൊരു പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ, പുരുഷ കമ്മീഷൻ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ദീപകിന് വിളിക്കാൻ ഒരാളെ ഉണ്ടാവുമായിരുന്നു. സുനീർ ആത്മഹത്യയില്ലായിരുന്നു. അത് ശരിയാ അല്ലേ? ഭേദമില്ലാതെ ഇടപെടാൻ ശേഷിയുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ. വനിതാ കമ്മീഷൻ വേറെയാണ് രാഹുൽ. കാണിച്ചു തരാം. എവിടെ നാളെ ചോദിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പോരെ? സ്ത്രീകൾ മനുഷ്യരല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ മതിയെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല കേട്ടോ. ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അടുത്തൊരു ചോദ്യമാണ്, സ്ത്രീകൾ മനുഷ്യരല്ലേ? യുവാക്കൾ മനുഷ്യരല്ലേ? വയോജനങ്ങൾ മനുഷ്യരല്ലേ? എന്നാൽ ഇവർക്കെല്ലാം വേറെ കമ്മീഷൻ? നിങ്ങളുടെ ശരിയായ കൺസേൺ പുരുഷന്മാരുടെ ആരോഗ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അല്ല മാഡം, രാഷ്ട്രീയ പ്രശ്നങ്ങളോ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമോ അല്ല. ഒരു ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ യോജിപ്പില്ല മാഡം. ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനോട് 100% ഒരു സെക്കൻഡ് അതിനോട് യോജിക്കുന്നു. പക്ഷെ ആ വിഷയമല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുച്ചാൻ പറ്റത്തില്ല, ഷഡ് ഇടാവോ, അത് അതിന്റെ ബാനാണ്. വ്യാജ പരാതിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ വ്യാജ പരാതി അവിടെ തീർത്തോളാം, കമ്മീഷനെ തീർത്തോളാം. ഫെമിനിസം എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഇക്വാലിറ്റിനെ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പുരുഷ സംഘടന അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷനെ അതിനൊരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല?
കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ആർഗ്യുമെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ കുട്ടിയുടെ ചോദ്യം സിമ്പിളാണ്. അതായത് ആ കുട്ടി വനിതാ കമ്മീഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ പുരുഷ കമ്മീഷൻ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല? സിമ്പിൾ ചോദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സ്ത്രീക്കും പുരുഷനും ഒരേ വെറുതെ കിടന്ന് ഉരുളാദാശനെ. ചർച്ചയുടെ തുടക്കം മുതൽ ഇതിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഫാദർ ഡൊമിനിക്കിനെയാണ്. ഇൻ ഗോസ്റ്റ് ഓഫ് സിൻസിലെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ബേസും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വനിതയായിട്ടുള്ള ഒരാളെയും കൊന്നിട്ടില്ലാത്ത എന്നോ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ബോഡി എടുത്തിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസിട്ട് ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ച പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ മെൻസ് കമ്മീഷനും പറഞ്ഞു വരട്ടെ, ഒന്നും മിണ്ടാതിരിക്കും. മെൻസ് കമ്മീഷനും വനിതാ കമ്മീഷനും എന്ത് വന്നാലും ഒരു രാജ്യം അതിന്റെ പൗരനെ സിറ്റിസനെ ആ ചിൽഡ്രനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അതല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള നീതിയും സ്ത്രീക്കോ പുരുഷനോ ഇവിടെ ലഭിക്കില്ല. നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ആഹ്വാനമാണ് ഇവർ നടത്തുന്നത്. മറുപടി നീയൊക്കെ കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. പോലീസ് സംവിധാനം വളരെ വീക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ വരുമ്പോഴാണ്, പോലീസ് രാജ് ഉണ്ടാകുന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഒരു കാലത്ത് വനിതാ കമ്മീഷനിലേക്ക് പോയത്. അതിനായിട്ടാണ് വനിതാ കമ്മീഷൻ ഫോം ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുരുഷ കമ്മീഷനും പറയുന്നത്. ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ഇൻവിസിബിൾ, മെൻ ആർ ഗെറ്റിംഗ് ഇൻവിസിബിൾ. ബസ്സിൽ ഇപ്പൊ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, ബാക്കി റിസർവേഷൻ ഇല്ലാത്ത സീറ്റാ. ആ സീറ്റിൽ മുഴുവൻ സ്ത്രീകളാണോ ഇരിക്കുന്നത്? ഞാനത് ചോദിക്കരുതായിരുന്നു. ഇല്ല, ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ മതി എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. കാരണം ആ 2013 നമ്മൾ സുപ്രീം കോടതിയിലേക്ക് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനൊക്കെ പോയി. എന്തിനാ? ഉറക്കം വരുന്നു. വൃന്ദാവനിൽ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പാടുന്നതിനൊപ്പം തന്നെ വിധവകളായിട്ടുള്ള 1000 സ്ത്രീകൾ, 20,000-ഓളം സ്ത്രീകൾ വൈധവ്യം 9 വയസ്സ് മുതൽ പേർക്കുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് നിറങ്ങളില്ലാത്തൊരു ലോകത്ത് മാത്രം ജീവിച്ചു. അതിനുവേണ്ടി ഒരു ചെക്സ് ആൻഡ് ബാലൻസ് വേണം. ഇതൊരു ആത്യന്തികമായ സൊല്യൂഷൻ അല്ല. ബട്ട് ഈ രണ്ടും ഡിസോൾവ് ചെയ്തുകൊണ്ട് സിറ്റിസൺ നമുക്ക് യാത്ര ദീപക് മരിച്ചതാണ്. ഏതെങ്കിലും ഒരാൾ ഒരു അനുശോചനം ഫേസ്ബുക്കിലെങ്കിലും എഴുതിയിട്ടോ? അങ്ങനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ആ പറഞ്ഞത് അതാണ് പ്രശ്നം. കണ്ടില്ല. ആ പറഞ്ഞത് ശരിയാണ്. അത് ദീപ്തി ആയിരുന്നെങ്കിൽ ദീപക്കിന് പകരം അതൊരു ദീപ്തി പുരുഷൻ ഇതേപോലെ മോശം വീഡിയോ എടുത്തു. അതിന്റെ പേടിയിലും അതിന്റെ ഹരാസ്മെന്റിലും മരിച്ചെങ്കിൽ ഇന്ന് എല്ലാരും അനുശോചനം ചെയ്യുമായിരുന്നു. ആണായോണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഒരു ജീനിയസ് തന്നെ. വാർത്തയാവുന്ന മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. എത്ര പെൺകുട്ടികൾ ഈ വീഡിയോ കാരണോ ഈ കാരണോ ഒക്കെ മരിച്ചു. എത്ര അനുശോചനം ആരാണ്? പറയൂ. ഒരുപാട് പേര്, പേരൊന്നുമില്ല, ഒരുപാട് പേര്. ഞാൻ വളരെ ലൈവായിട്ടൊരു ഒരു സ്ത്രീ പേര് പറയുന്നത് ഒരു പെൺകുട്ടി. കുന്ന് നിന്റെ അമ്മയുടെ 16 നടന്നില്ലേ ആ കുന്ന്. ഫീമെയിൽ ഷോവിനിസം തെറ്റാണ്. ഫീമെയിൽ ഷോവിനിസം തെറ്റാണ്. You are father and brother. Father and brother. അതേപോലെ എനിക്ക് അമ്മയും മകളും സഹോദരിയുണ്ട്. ഫീമെയിൽ ഷോവിനിസം ആണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഫീമെയിൽ ഷോവിനിസം ആണോ പറയുന്നത്? വല്ലതും പറ്റിയാ? പുരുഷ കമ്മീഷൻ വന്നോണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താ ഗുണമെന്ന് എന്നാ തിരിച്ചു പോയിട്ടെ. വനിതാ കമ്മീഷൻ കൊണ്ട് പുരുഷന്മാർക്കും കുട്ടികൾക്കും എന്താ ഗുണം? ഉത്തരമില്ലാത്തോണ്ട് ആവശ്യമായി ജാതിവൽക്കരിക്കുക. ദളിതല്ലാത്തോണ്ടോ നിങ്ങളെ അല്ല ജാതി വെച്ചിട്ടാണ് ഇവിടെ മത്സരിച്ച്. അതല്ല ഉദ്ദേശം. റേപ്പ് ചെയ്ത് 6-ാം ദിവസം റേപ്പ് ചെയ്തവന് 10,000 രൂപ വിഷു കഴിഞ്ഞിട്ടോ ആ പെണ്ണിന് ഒരു കാര്യം കൂടെ, വനിതാ മാധ്യമ പ്രവർത്തക പുറത്തുവിട്ട രാഹുൽ മകുടത്തിലെ കേസിലെ സ്ക്രീൻഷോട്ട് നമ്മൾ എല്ലാവരും കണ്ടു. ആ സ്ക്രീൻഷോട്ടിൽ മാത്രം ഡേറ്റ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഫെനി കൃത്യമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താ കാര്യം? April 14 എന്താ ദിവസത്തിന്റെ പ്രത്യേകത? റേപ്പ് നടന്ന് 6-ാമത്തെ ദിവസം. അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അന്ന് വിഷു ആയിരുന്നു. അപ്പൊ വിഷു കൈനീട്ടം കൊടുക്കുന്നു എന്ന് പറയുമ്പോ ക്രൈം വാസ് ഓൾറെഡി ഫാബ്രിക്കേറ്റഡ് എന്ന് ക്ലിയർ ആവുകയാണ്. അവന് ഷാംപൂ, അവന് ചെരുപ്പ്, അവന് 10,000 രൂപ വിഷു കൈനീട്ടം കൊടുക്കൂ. അപ്പം വ്യാജ റേപ്പ് കേസല്ലേ നടന്നത്? അതിനുവേണ്ടിയല്ലേ ഫ്ലാറ്റ് വാങ്ങിയാണ്.
ഫ്ലാറ്റ് വാങ്ങിക്കാന്ന്. ഈ 18 ദിവസം രാഹുൽ മാങ്കുടത്തിൽ കിടന്നത് എന്തിനു വേണ്ടിയാ? ഈ വ്യാജ റേപ്പ് പരാതിയിലാണ്. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരിടത്തത് പുറത്തു പുരുഷ കമ്മീഷൻ, അതുകൊണ്ടാണ് ദേശീയ പുരുഷ കമ്മീഷനിൽ 3 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ് മെമ്പേഴ്സ്. വെരി ഗുഡ്. ഈ പുരുഷ കമ്മീഷനിലും സ്ത്രീകളാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സായി വരുന്നത്. അതുകൊണ്ട് ഇത് നാളെ ഒരാൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ചെക്സ് ആൻഡ് ബാലൻസും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. Okay.